വ്ളോഗ് കാണാം. ഓക്കെ, നമുക്ക് ചന്ദ്രന്റെ മൊബൈലിൽ കടയിലായിട്ട് വ്ളോഗ് കാണാം ഗൈസ്. കമോൺ ലെറ്റ്സ് ഗോ. ഇത് കഴിഞ്ഞ് നമുക്ക് സിറ്റി കയറാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് ഗൈസ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ക്ലൗഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഡ്രോൺ പറത്താൻ പോയാലോ? ഡ്രോൺ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ നിങ്ങൾ? ഹായ്. Okay, let's go guys, let's go. ഹായ് പെരിയവരെ, IR-ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നം നടക്കാൻ പോവാണ്. ഞാൻ പോട്ടെ, നെക്സ്റ്റ് വീക്ക് വരാന്നാ. ഇത്രയും ദിവസം നമ്മളിനി ചാറ്റ് നോക്കില്ലേ, നമ്മൾ വ്ളോഗിലായിരിക്കേ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, ഞാനിപ്പോ എണീറ്റേ ഉള്ളൂ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റു, കാരണം ഇന്ന് നമുക്ക് 2-3 പരിപാടികൾ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പെട്ടെന്ന് എണീക്കട്ടെ. ഇപ്പൊ തന്നെ 10 മണി ആവാറായി. ജിമ്മിൽ പോണം. ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ്. എവള് ഇപ്പം പണ്ടത്തെ പോലെയല്ല, നല്ല അലമ്പാണ്. അത്യാവശ്യം പറഞ്ഞ ഒന്നും കേക്കത്തില്ല. കുളിച്ചിട്ട് എത്ര ദിവസമാടി കുളിച്ചിട്ട്? എത്ര ദിവസം കുളിച്ചിട്ട്? ഭയങ്കര കുരുത്തക്കട ഇപ്പം. അപ്പോ ഗൈസ് കയറാ. ഹായ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് ജിമ്മിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ ആയിരുന്നോണല്ലേ ഈ ജിമ്മിലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. നമ്മൾ ജിമ്മൊക്കെ കണ്ടിട്ട് എത്ര നാളായി. എന്ന് വെച്ച് ഇപ്പം കുറെ ചോദിക്കാറുണ്ട് വർക്കൗട്ടൊന്നും ഇല്ലേ, ജിമ്മിലൊന്നും പോകുന്നില്ല എന്നൊക്കെ. ഞാൻ വീഡിയോസ് ഇടാറില്ലെന്നേ ഉള്ളൂ, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. വേറെ ആയിരുന്നു പറഞ്ഞ കേസ്, നമ്മളിപ്പോ ഡയറ്റ് ഇപ്പം ഞാനൊരു കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് അധികം സ്ട്രിക്റ്റ് ഡയറ്റിലൊന്നും അല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 മന്ത് ഡയറ്റിലല്ലായിരുന്നാണെങ്കിൽ പറയാം. രാവിലത്തെ പ്രോട്ടീൻ ഇൻടേക്ക് മാത്രം പ്രോപ്പറാണെന്ന് വെച്ചാൽ യെസ്, ഏറെക്കുറെ ഒക്കെ നോക്കും. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുമെന്നുള്ളതല്ലാണ്ട് നമ്മുടെ പഴയ ഡയറ്റും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വീണ്ടും ഒരു 1.5 വീക്കായിട്ട് ഇപ്പം വീണ്ടും ഡയറ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഗ്യാസിന്റെ ഇഷ്യൂ വന്നില്ലേ, ഗ്യാസിന്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്താണ് ഇതെല്ലാം ബ്രേക്ക് ആയി തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ ഇപ്പോഴാണ് വീണ്ടും റീസ്റ്റാർട്ട് ആക്കിയത്. പക്ഷെ അത് റീസ്റ്റാർട്ട് ആകാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ഫോളോവർ ഒരു ഹെൽത്തി ബൗൾ, അതായത് ഒരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എറണാകുളത്ത്. ഇതുപോലെ ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തു. ആൻഡ് പുള്ളി അവരുടെ ഫുഡ് എനിക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ഈ 1.5 ആഴ്ച ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു അവരുടെ ഫുഡ്. മോർണിംഗ് തന്നെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഹോം ഡെലിവറി ആണ്. അവര് സാധനം സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കും. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. ജിമ്മിലോട്ട് പോവാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതേണ്ട ഡ്രീമർ ഹെൽത്തിഗോ എന്നാണ് അവരുടെ പേര് കേട്ടോ. നല്ല പേര്, നല്ല പാക്കിംഗ് ഒക്കെയാണ്. അയ്യോ, എന്താ പ്രോഡക്റ്റ് റിവ്യൂ എന്നല്ലേ ഇത്? സോറി, ഐ എം വെരി സോറി. ഇത് കണ്ടോ, നമ്മള് ഗെയിമിംഗ് റൂമിലത്തേക്ക് പുതിയൊരു സ്റ്റിയറിംഗ് വീല് വാങ്ങി. ഇതിന്റെ റിയൽ കാർ സിമുലേറ്റർ ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. ഭയങ്കര ഫീലാ, നൈസാ. കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. എന്താ ഇതാണ് ഗൈസ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ഓട്സ്, ബനാന, ഇച്ചിരി ഹണി, പിന്നെ ഡ്രൈ ബെറീസും ആൽമണ്ടും പിന്നെ യോഗട്ടും. ഇത് ശരിക്കും ഞാൻ കസ്റ്റമൈസ് ചെയ്താണ്. അതായത് എൻ്റെ ഡയറ്റ് നോക്കിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്യാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അവരുടെ തന്നെ സ്റ്റൈല് ചെയ്യുന്ന പ്രോട്ടീൻ എല്ലാം പ്രോപ്പർ ആക്കിയിട്ട് അതാണ് ഏറ്റവും അടിപൊളി. ഞാൻ ഇന്ന് ജസ്റ്റ് എൻ്റെ കസ്റ്റമൈസ് വാങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ അവരുടെ മോർണിംഗ് മെനു എങ്ങനെയാണെന്ന് ഞാൻ കൊടുത്തേക്കാം ഇവിടെ. ഓക്കെ, സോ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് ജിമ്മിൽ പോവാം. Yes guys, let's go to the gym. കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ. കുറെ നാളല്ലേ നമ്മള് ജിമ്മിലൊക്കെ പോയിട്ട് ബാഗ് നോക്കി ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്തിട്ട്. ബൈ, വാ ടാറ്റാ.
കുളിച്ചിട്ടാണോ ജിമ്മിൽ ഗൈസ് ഇന്നൊരു ലെഗ് ഡേ ആയിരിക്കും മിക്കവാറും. രാവിലെ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസം എനിക്ക് തോന്നുന്നു ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ രാവിലെ വന്ന് വർക്കൗട്ട് ചെയ്യണേ. സോ ഇന്ന് നമുക്ക് വൈകിട്ട് വരാൻ പറ്റത്തില്ല, വൈകിട്ട് ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ രാവിലെ ആക്കിയത്. ഇന്ന് ഈഗിളിൻ്റെ ഒരു പരിപാടി ഉണ്ട്. സോ ഓൾറെഡി ലേറ്റായി. ഇനി കുറച്ച് ബ്ലോഗ് വരാനുണ്ട്. എല്ലാവരും നോക്കുന്നേ, എനിക്ക് നാണക്കേട് തുടങ്ങി കേട്ടോ. കുറേ ദിവസം ഇത് ഇല്ലായിരുന്നതാണ്. ജിമ്മിലെ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിന്യൂസിൽ എടുത്തിട്ടുണ്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. റോഡിലെ ആൾക്കാർ നോക്കുന്ന അതാണോ? വാം അപ്പ് ഡൺ. നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തും പറഞ്ഞാൽ എനിക്ക് ലെഗില്ലെന്ന്. ഇന്നിവിടെ വാറായിരിക്കും. ഇതുള്ള ലെഗ്, ഇതില്ലാത്ത ലെഗ്. എൻ്റെ ഒരു വയ്യാത്തോണ്ടാണ്. പറ ഇതെന്താ എടാ കണ്ടടാ, കണ്ടട ഇതിന്റെ പകുതി ഉണ്ടടാ. പകുതി ഉണ്ടടാ. ടാപ്പിട് ഇന്നിവിടെ നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു തുടങ്ങാം. ഓക്കെ, 12 റെപ്പ് 3 4 5 6 7 സ്റ്റാൻഡ്. ഓക്കെ 9 10 1 2 guys, last set. 1 2 3 ബോസണ്ണന്റെ തൊട. ഓ തീയിടടാ, തീയിട്, നീ തുടക്കെടു തീ. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോബ്ലിൻ സ്ക്വാട്ട് സെറ്റ് ആണ്. എത്ര ലെഗിനൊക്കെ എത്ര ഇത് വേണമെങ്കിലും ഇട്ട് ഇതാക്കാൻ പറ്റും. പക്ഷെ കൈയൊക്കെയാണ് എന്റെ കാര്യം പറഞ്ഞ, എനിക്ക് കൈയൊക്കെ പാട്. ലെഗൊക്കെ എത്ര വേണമെങ്കിലും. ഗോബ്ലിൻ സ്ക്വാട്ട്. ഓക്കെ, തുടക്കെടുത്തി. കൈ ഞാൻ മാക്സിമം 5 കൂടുതൽ എനിക്ക്. 3 4 5 6 7 8 9 10 2 ഗൈസ്, അടുത്ത് നമ്മൾ ചെയ്യാൻ വന്ന അഡക്ടറാണ്. ഇതൊരു മെയിൻ വർക്കൗട്ടാണ് നമ്മൾ ലെഗ് ചെയ്യുമ്പോൾ. അതും പറഞ്ഞിട്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ദൈവമേ മാറല്ലേ. ഇതും എനിക്ക് പാടാട്ടോ ഈ സാധനം. 1 2 3 4 5 6 അടയ്ക്കാൻ 7 അടയ്ക്ക് എന്തിനു പറഞ്ഞാള് എനിക്ക് മനസ്സിലായില്ല. അടയ്ക്ക അങ്ങനെ എന്തിനാ പറഞ്ഞാള്. ഇഷാനെ ഹായ്ഡാ. ഹായ് ഹായ് ഹായ്. അമ്മച്ചി അയ്യോ, പേടിക്കല്ലേ ജീവ ഇങ്ങനെ. യെസ് 1 2 3 4 5 6 7 8 ഗണതേ ഹായ്ഡാ. ഹായ് ഹായ് ഹായ്. 1 2 താങ്ക്സ് ഗൈസ്. ഇനി നമുക്കൊരു 2 വർക്കൗട്ട് കൂടെ ഉള്ളൂ. RDLും പിന്നെ വാക്കിംഗ് ലഞ്ചസ് കൂടി ചെയ്ത് നമുക്ക് നിർത്താം പരിപാടി. എന്നിട്ട് വീട്ടിൽ കഴിക്കാം. വിശക്കുന്നേ.
I must say hi da. Hi, hey, hey. 3 4 5 പുള്ളിക്കാരന്റെ കൈ നോക്കിക്കുന്നു. I will say hi da. Hi, hey, hey. 8 10 കേട്ടില്ല. ഇത് ആദ്യത്തെ ലാസ്റ്റ് സെറ്റാ. 1 2 3 സ്റ്റോപ്പ് ആക്കി ചോദിക്കല്ലടാ. സ്റ്റാർട്ട് ആക്കണമെന്നുണ്ട്. 6 അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാക്കിംഗ് ലഞ്ചസ് ആണ്. വാക്കിംഗ് ലഞ്ചസ്. യെസ് ഗൈസ്, വാക്കിംഗ് ലഞ്ചസ് ചെയ്യാം. എനിക്ക് ഏറ്റവും പാടുള്ള സാധനം. 2 മുടി നോക്കേ. 4 5 6 7 ലെഗ് സിമ്പിൾ ആണെന്ന്. അത് മെഷീൻ സിമ്പിളാ. മെഷീനിൽ ചെയ്യണതൊക്കെ ഓക്കെയാ. ഇത് മെഷീൻ അല്ലല്ലോ. കയ്യില് വെയിറ്റ് പിടിക്കണ്ടേ. എടാ ജീവ, ഇവൻ 1 ഇഞ്ചല്ലേ ജീവ വലുതവൻ്റെ? 1 ഇഞ്ചിന്റെ വല. എടാ 1 ഇഞ്ചിന്റെ ഇവിടെ നാണോടാ എനക്ക് തെണ്ടി. പോടാ, നീ ആ പോയത് മിനിമം 2 ഇഞ്ചെങ്കിലും വലുതാക്കുക ആദ്യം. എടാ നിനക്ക് ആപ്സ് ഉണ്ടാടാ എനക്ക്? നിനക്ക് ആംസ് ഉണ്ടാ എനക്ക്? നിനക്ക് എടാ സട്ടൂർണാ. Ah. 1 2 3 4 5. Cool. സ്ട്രെച്ചിങ് ആണ്. പറയാണ് സ്ട്രെച്ചിങ് ആണ്. ഗൈസ്, നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫുള്ളും കഴിച്ചില്ല, ഹാഫേ കഴിച്ചുള്ളൂ. അതുപോലെ ഞാൻ ഒരു ബൗൾ കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈഗിളിൻ്റെ ഒരു പരിപാടിയുണ്ട്. പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ PC ലോഞ്ചാണ് ഇന്ന്. സോ 4 മണിക്കാണ്. നമ്മുടെ TVയിലെ എല്ലാവരും വരുന്നുണ്ട്, പിള്ളേരെല്ലാവരും. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഡ്രോൺ എടുത്തതിന് ശേഷം നമ്മൾ ഡ്രോൺ അധികം നമ്മൾ ഫ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഫുള്ള് മഴയും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അധികം ഫ്ലൈ ചെയ്തിട്ടില്ല. സോ അതൊക്കെ ഒന്ന് പഠിക്കണമെന്നുണ്ട് എനിക്ക്. ഇന്നിപ്പം വലിയ മഴക്കാറൊന്നുമില്ല. ഇന്നലെ മുടിഞ്ഞ മഴയായിരുന്നു രാത്രി. പക്ഷെ ഇന്നിപ്പം എന്തോ തെളിഞ്ഞ് കിടപ്പുണ്ട്. സോ ഇന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് പഠിക്കണം. നമ്മൾ 2-3 ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ട്രിപ്പ് നമ്മൾ ഉടനെ പോവും. അതൊരു നൈസ് വ്ളോഗായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൈസ്, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനങ്ങനെ വർക്കൗട്ട് വീഡിയോ ഒക്കെ അത് ഫോക്കസ് ചെയ്തിട്ടൊന്നും ഞാനങ്ങനെ വീഡിയോ അങ്ങനെ അതായത് നമ്മൾ മുന്നേ ചെയ്ത കുറച്ച് ഇപ്പം നമ്മൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ വർക്കൗട്ട് വീഡിയോ മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് തരോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അത് കാറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നു. നീ പോടാ, നീ പണ്ടേ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം. ചത്ത് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോയ കുട്ടി എന്തിയേ? നീ പോടാ, നീ പണ്ടേ ഉടായിപ്പാന്ന്. വിശന്ന് ചത്ത്
രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോയുള്ള പ്രശ്നം ഇതാണ്, പെട്ടെന്ന് വിശക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഇതിൽ വരുന്നത് നട്ട്സ് ഉണ്ട്, ഡ്രൈബെറീസ് ഉണ്ട്, ഓട്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഈ സെയിം തന്നെ ആയിരിക്കത്തില്ല, ഓരോ ദിവസവും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് നമുക്ക് മടുക്കത്തില്ല, മനസ്സിലായി? അതാണ് മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അതാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇല്ല. ഇത് അവർക്ക് ബാംഗ്ലൂരും കൂടെ തുടങ്ങാൻ പറയൂ. ബൈ, ഞാൻ കഴിച്ചിട്ടാ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ജിമ്മിന് പോയിട്ട് സെറ്റ് ആവും. ഡ്രോൺ പറത്താൻ പോയാലോ? ഡ്രോൺ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഓരോ ദിവസവും മഴ പെയ്യുമ്പോൾ ഇതുപോലെ എടുക്കും, തിരിച്ചുകൊണ്ട് വെക്കും. എനിക്ക് തപ്പിത്താ വരണം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. രാവിലെ ഇതുപോലെ ഓട്സ് തപ്പിത്താ കൊണ്ടതല്ലേ തപ്പിത്താന്ന് തപ്പിത്താ വരണം. കമ്മീഷൻ ഉണ്ടാവേ. നമുക്ക് ആദ്യം കാറുകൾ എടുക്കാം. കാറുകൾ എടുത്തിട്ട് കാറിൻ്റെ അകത്തിരുന്ന് ഡ്രോൺ പറത്താം. ഇപ്പൊ പറത്തിയ പണി ആകുവോ എന്നറിയത്തില്ല. ആകാശം ഇരുണ്ട് കിടക്കുകയാണ്. ഈ മഴ ഇത് എപ്പോ എടുത്തോണ്ട് പുറത്തിറങ്ങിയാലുള്ള പ്രശ്നം ഇതാ. പിന്നെ മര്യാദയ്ക്കൊന്നും ഇവിടെ തന്നെ പറന്ന് തിരിച്ചിറങ്ങണേ കൂട്ടാ. മന്തിയും പൊറോട്ട അടിക്കുന്നവനാ. ഇതുണ്ടോ മഴ പെയ്യോ? പെയ്യൂല. ഇതേ നമ്മുടെ കണ്ടോ നിങ്ങൾ? ഹായ്, ഇനി ഈ GPS കണക്റ്റ് ആവണം. യെസ്, GPS കണക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ടേക്ക് ഓഫ് അടിക്കാം. ടേക്ക് ഓഫ്. ഓക്കെ, ബൈ. പോയിട്ട് പറഞ്ഞേ കൂട്ടാ. ആകാശം നല്ല കറുത്ത് കിടക്കുകയാണ്. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെ കിടക്കുന്ന കൊച്ചി. എനിക്കിങ്ങനെ യാത്ര പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഭയങ്കരമായിട്ട് ടയേർഡാവും. അതാണ് പ്രശ്നം. ജസ്റ്റ് വണ്ടിയിൽ ഇരിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടും അങ്ങ് ടയേർഡാവും. കഴിഞ്ഞ മാസവും എല്ലാം മൊത്തത്തിൽ ഒരുമാതിരി. പക്ഷെ ഇത് പോവാൻ ഇഷ്ടമാണ്. പക്ഷെ ഇടക്കിടക്ക് റെസ്റ്റ് എടുത്ത് എവിടെയെങ്കിലും നിർത്തിയൊക്കെ പോയാൽ മതി. ചിലപ്പോ കുറെ നാള് വീട്ടിലിരുന്നിട്ട് കുറച്ച് പാടാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ പരിപാടികൾ ഇതിലുണ്ട്. ആക്ച്വലി കുറെ സെറ്റിങ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ പഠിക്കാനായിട്ട്. ഇരുന്ന് പഠിക്കട്ടെ. ഹായ് ഡ്രോൺ. ഇനി വരത്തില്ല സെൻസർ. എല്ലാം വരാൻ ചെയ്തോ. ഇവിടെ അല്ലല്ലോ അവനെ വിട്ടത്. ഇവിടെ നല്ല വിട്ടത്. നമ്മൾ കുറെ പഠിച്ചു. നമ്മളല്ല, ഞാൻ കുറെ പഠിച്ചു. പക്ഷെ കൺഫ്യൂഷനാണ് കുറെ കാര്യങ്ങളില്. എൻ്റെ നേരത്തെ ഇരുന്ന FPV ഡ്രോൺ, അതായത് അത് യൂസ് ചെയ്യുന്ന മറ്റേ FPVയുടെ കൺട്രോളർ വെച്ചിട്ടല്ലേ, മറ്റേ മോഷൻ കൺട്രോളർ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇത് RCയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ കീസ് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ സെറ്റിങ്സ് ഒത്തിരി ഉണ്ട്. കൊള്ളാം. ഞാൻ കുറെ ഇന്നിപ്പം അത്യാവശ്യം കുറച്ച് സംഭവങ്ങൾ പഠിച്ചു. ഞാൻ എക്സ്ട്രാ ബഗ്ഗിന്റെ 2-3 കിടിലം ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഡ്രോണിൻ്റെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഫ്ലൈ ചെയ്യണം. ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ആവും. ഓക്കെ ഗുഡ്. അപ്പം ഞാനിത് പാക്ക് ചെയ്യട്ടെ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഉച്ചക്കത്തെ മീൽ കഴിച്ചതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ചെയ്യണം, പരിപാടിക്ക് പോകണം. ഓക്കെ, സമയമല്ല, ഇപ്പം തന്നെ 3:50 നമുക്ക് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡെന്ന് നോക്കാം. നമുക്ക് ഹെൽത്ത് കെയറുടെ
നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ക്രീമി കോൺ ആൻഡ് കുക്കുംബർ സാലഡ്. അവിടെ പാക്കിംഗ് ഇതല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അവിടെ കിട്ടില്ല, പാക്കിംഗ് ആണ്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫുഡ്. ഇതിൽ വരുന്നത് സാലഡ് ആൻഡ് എഗ് വൈറ്റ്. ഇപ്പം നമ്മൾ ഒരു ദിവസം മാത്രമേ നമ്മൾ ചീറ്റ് ഡേ ആയിട്ട് എടുക്കാറുള്ളൂ, അത് സൺഡേ ആണ്. അതായത് ഇന്നലെ ഞാൻ ചീറ്റ് എടുത്തായിരുന്നു. ഞാൻ ഇന്നലെ എന്തോ ചീറ്റ് എടുത്തേ, ഒരു താലി, അതായിരുന്നു. വിശക്കുന്നേ വിശക്കുന്നേ വിശക്കുന്നേ. കൊള്ളാം കേട്ടോ, ഉപ്പുമാവ് കണക്കിരിക്കുന്നത്. കൊള്ളാം. അവർക്ക് വരുന്നത് ആക്ച്വലി ഇത്രയും പറയുന്ന നമ്മുടെ ഒരു ഫോളോവർ ആയതുകൊണ്ടാണ്. അവർക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ഹെവി വർക്ക് പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ അവരുടെ പാക്കിംഗ് സ്റ്റാർട്ടിങ് 12K എന്തോ ആണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഞാനിപ്പം 1 വീക്കായിട്ട് 1 വീക്കിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഇത് കഴിക്കുകയാണ്. കാരണം എനിക്കിപ്പം പറ്റുന്നില്ല, എൻ്റെ സ്ട്രീമിങ്ങും എല്ലാ പരിപാടികളും കൂടി ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല. സോ എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഇപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ബാംഗ്ലൂർ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ ഫുഡുകൾ നല്ലത് അറിയാവുന്നവരൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചേക്കാവോ പ്ലീസ്, അറിയാവുന്നവരുണ്ടെങ്കിൽ. കഴിക്കുവാണെങ്കിൽ കൂടി കണക്കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പോകും. രാവിലെ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഡിന്നറോ ലഞ്ചോ ഏതെങ്കിലും ഒരു ടൈമിലെങ്കിലും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ. ഞാൻ ഇതുപോലെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെ ഉള്ള ഇത് നോക്കിയതൊന്നും ഫുഡ് വലിയ ഇതില്ല, മനസ്സിലായോ? ഫുഡ് വലിയ എന്ന് വെച്ചാൽ ഇപ്പൊ കറി അങ്ങനത്തെ ഇതാ നോക്കിയാലും മൊത്തം മറ്റേ വെള്ളം പോലെ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാ. എനിക്ക് താല്പര്യമുണ്ട് ഇതുപോലെ, ബിക്കോസ് താല്പര്യമുണ്ട്. ലൊക്കേഷൻ JP നഗറാ. JP നഗർ ഏരിയയില്, അല്ലെങ്കിൽ JP നഗർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് അവിടെ നിന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് അവരുടെ മീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് കഴിഞ്ഞ വീക്ക് ഫുള്ള് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ് കഴിച്ചത്. ഈ വീക്ക് ഫുള്ള് ഞാൻ അവരെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. എല്ലാം കൊള്ളാം. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ബായ്. ചെറുതായിട്ടൊന്ന് ലിഫ്റ്റിലൊന്ന് കുടുങ്ങി. അയ്യോ, വിയർത്ത് പണ്ടാരടങ്ങി. എന്തൊരവസ്ഥ നോക്കിയേ, ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ. കിച്ചൺ ക്ലോസ് ചെയ്യാനാണോ? നല്ല ബ്രോ, അല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഈ സാലഡ് അങ്ങനത്തെ ഫുഡ് ആയിരിക്കും എനിക്ക് നല്ലത്. ഞാൻ കുക്ക് ചെയ്യത്തില്ല എന്നല്ല, കിരപ്പനൊക്കെ നോർമൽ മതിയല്ലോ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സാലഡ് ടൈപ്പ് ഫുഡുകൾ അങ്ങനത്തെ ആണ് ഞാൻ നോക്കുന്നത്. നല്ല ജീവനങ്ങ് പോയി. നമുക്ക് ഇറങ്ങാം. 5 മണിക്കാണ് അവിടെ, 4:30 പറഞ്ഞേ. ഇപ്പോൾ അവന്മാർ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും. എനിക്കിവിടെ 4 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ചെറിയൊരു പ്രശ്നമുണ്ട്, മഴ ഉണ്ടോ? വാട്ട് ഈസ് ദിസ്? എൻ്റെ അമ്മേ, സീൻ മഴ. ഭാഗ്യത്തിന് കുടയുണ്ട്. അങ്ങോട്ട് പോവാം. ഹായ് 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 തമിഴ്നാട് മന്ത്രി. ഹായ് പെരിയവരെ. ഞങ്ങള് IR സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. IR-ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നം നടക്കാൻ പോവാണ്. ഇതാണ് അവൻ്റെ PC, റിവീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒത്തിരി മുട്ടം പ്രശ്നമാണ്. ഇവിടെ എന്താടാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ കിടന്ന് ഏടാ എന്താടാ ഈഗിൾ IR ലൈവാണ്. ലൈവ് വെക്കൊണ്ടിരിക്കുക. എത്ര പേരെ കാണുന്നത്? 8,000 പേര് കണ്ടോണ്ടിരിക്കുക.
ഐഫോൺ നിങ്ങളത് ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ബിൽഡ് ചെയ്യണം. കുറച്ച് മാർക്ക് കൊടുത്തേ എന്തോ മൗണ്ടൻ ഡ്യൂ ആണോ മൗണ്ടൻ ഡ്യൂ ആണോ ഇവിടെ ഇന്ത്യയിലില്ല പുറത്തുനിന്ന് കൊണ്ടുവന്ന ഇന്ത്യയിലെ ഫസ്റ്റ് പീസാണ് ഇന്ത്യ ഫസ്റ്റ് പീസ്. ദുരണ്ട ഹായ് പറ ദുരണ്ട ഹായ് പറ വീഴ്ചയുള്ള കണ്ണ തൊട നിന്നാണ് നീ എല്ലാരും ഉണ്ട് എല്ലാരും അച്ഛന്തി ഈ കേസ് ഫാൻഡൊക്കെ അല്ലേ കാട്ടാക്കട ജമാലു ആണോ ഇതാണ് ജമാലുവാ PC. ഇത് எக்ஸ்பிளைன் இது வந்து லிக்விட் கூலிங் தான் லிக்விட் கூலிங் 5090 இருக்குது தெரியும்ல அது பேர் വലിയ സാധനം அதில் இருக்கிற சிப்பை எடுத்துட்டு ആ சிப்பை தான் இதுக்குள்ளே ப்ளேஸ் செய்துட்டு ஸோ அதுக்கு வந்து நம்மளுக்கு மெயினாയിട്ട് எப்படி கூலிங் செய்யணும்னா ഈ ലിക്വിഡ് കൂളിംഗ് വെച്ച് தான் பண்ண முடியும். വിഷയമാണ് നിങ്ങൾ ഇതിൽ ഇത്രത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് എനിക്ക് അറിയണം. എനിക്ക് തോന്നുന്നു വീഡിയോ അത്ര എഫക്റ്റ് നിങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, IR-ലൊക്കെ ചെയ്ത് കഴിയാറായി. സോ ഗൈസ് പിന്നെ ഹായ് ഹായ് എന്തൊരു കനത്തുള്ള ഹായ് ഗൈസ്. വേറെ ആൾ വന്ന് ഇത് ആരുടെ മൈക്കാന്നൊന്ന് പറയോ? നിന്റെയാണോ? ഹായ് ബർത്ത്ഡേ ബോയ് ഹായ് താങ്ക് യു 35 അത് കിട്ടി കേട്ടോ, ആ എൻട്രി കിട്ടി കേട്ടോ. ഗൈസ് വന്നിട്ടേ എന്തേ തങ്കം തനിത്തങ്കം നിറ കണ്ണുകളോടെ ബാബുസായിട്ട് കേക്ക് മുറിച്ചപ്പോൾ നിറ കണ്ണുകളോടെയാണ് അവിടെ ഇരുന്നത്. ചേർത്തേട്ടാ എന്തേ വന്നില്ലേ? ആണോ വന്നില്ലേ? ഗൈസ് ബാബു വന്ന് ഗൈസ്. അപ്പോൾ എല്ലാവരും പരിപാടിക്ക് വന്നിട്ടുണ്ട്. സോ നമ്മളിത് കഴിഞ്ഞിട്ട് അറിഞ്ഞൂടെ എന്താ പരിപാടി എന്ന് നോക്കാം. ഗൈസ് അപ്പോൾ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന്. നല്ല മഴ ഇവിടെ വന്നപ്പം തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ഫുഡൊക്കെ കൊടുത്ത് തിരിച്ച് ഈകളുടെ വീട്ടിലായിരിക്കും. ഇന്നവിടെ നമ്മുടെ TV എല്ലാ പിള്ളേരെല്ലാം ഉണ്ടാവും. സോ അവിടെ വെച്ചിട്ടായിരിക്കും ബാക്കി പരിപാടികൾ. നമ്മുടെ ഡിന്നർ ഇങ്ങനെയാണ് വരുന്നത്. ചിക്കനും റൈസും പിന്നെ ബ്രോക്കോളി, ക്യാരറ്റ്, കുറച്ച് വെജീസൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡിന്നർ വരുന്നത്. ഗൈസ് ഇപ്പോൾ 10 മണിയായി. അപ്പോൾ നമ്മൾ ഈഗിളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ വന്നിട്ട് നടന്ന് ഉറങ്ങി. എന്തോ ഒരു തലവേദനയും മഴ നനഞ്ഞതിൻ്റെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. സോ അവിടെ പയ്യന്മാർ എല്ലാവരും ഉണ്ട്. നമ്മുടെ പാർട്ടിയാണ്. സോ നൗ ഇറ്റ്സ് പാർട്ടി ടൈം. ഗൈസ് ഇന്ന് മാച്ച് ഡേ ആണ്. നോക്കിയേ ഇവിടെ എത്ര പേരാന്ന്. കുറേ പേര് കളി കാണുന്നു, കുറേ പേരവിടെ പാർട്ടി. പെനാൽറ്റിയാ? പ്രഡിക്ഷൻ ഉണ്ടോ? പ്രഡിക്ഷൻ എടുത്തിട്ടുണ്ട്. അടിക്കൂല നീ എന്താ പറഞ്ഞ? അടിക്കോ? അടിച്ചിരിക്കോളയാ, ഇതടിക്കും, മെസ്സി അടിക്കും. മെസ്സി അടിക്കോ? പിന്നെ നീ എത്ര അടിച്ചു?
ഞാൻ ഒന്നും അടിച്ചിട്ടില്ല ഇതുവരെ, ഒരെണ്ണം പോലും അടിച്ചില്ല. അടിക്കാൻ പോണേ ഉള്ളൂ. ഞങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലെ ക്യാമറ വന്നേക്കുന്നത്. ഒന്നും നടക്കാൻ പോണില്ല. മെസ്സി അടിച്ചില്ലെങ്കിൽ ഞാൻ പാതി മീശ അങ്ങ് പഠിക്കും. അത്രേ ഉള്ളൂ. എനിക്കില്ല മീശ, എന്നാലും നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. എന്താണ് എന്താ അളിയാ ഈകളെ ഇതാണ് ട്രിമ്മർ ഉണ്ടാ എടുത്തിട്ടാളിയാ ചുമ്മാടാ ബാബു അളിയാ കഷ്ടപ്പെട്ടെടുത്തോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോ ബോബോ എവിടെ ബോബോയ് കണ്ട എത്ര മീശ മെസ്സിക്കണ്ടി എടുത്തടാ ഞാൻ. ഇനി വോയിസ് ഉണ്ടല്ലോ എനിക്ക്. ഇനി വയസ്സുണ്ട് ഒരു കളി നടന്നപ്പോ തന്നെ പകുതി മീശ പോയി. ഇനി കളി തീരുമ്പോ ഇനി കളിയാ ഈകളെ ഒരു കളി തുടങ്ങിയപ്പോ തന്നെ പകുതി മീശ പോയി. ഇനി അവൻ എന്തൊക്കെ പോകും ഇനി ആൺകുട്ടിയാ. എന്നിട്ട് വരുന്ന ബാക്കി കാണുന്നത് കണ്ടത്. എന്നിട്ട് ആ ചേരി വരുന്ന ബാക്കി കാണുന്നത്. ഗോളടിച്ച് മീശ പോയ വർത്ത ചന്ദ്രു. എന്ത് വറുത്ത് മീശ പോയത് വർത്ത തന്നെയാണ്. ബാക്കി അയ്യോ മൂഞ്ചിച്ചടാ. ശരിക്കും കണ്ണാപ്പിയല്ലേ ഇവിടെ മൂഞ്ചിയത്. ആ മാച്ച് തീരണവരെ ഒന്ന് വെയിറ്റ് ചെയ്താ മതിയായിരുന്നു. ബാക്കിയെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? അവന് ഊക്കോ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മെസ്സി ഗോൾ അടിക്കുകയും ചെയ്ത്. 2 ഗോള് മെസ്സി. പെനാൽറ്റി വേണ്ട നമുക്ക്. മെസ്സിക്ക് ഗോൾ അടിക്കാൻ പെനാൽറ്റി വേണ്ട. ഇവിടെ തകർത്ത ഡ്രൈവിംഗ് ആണ് എല്ലാവരും. പ്രോ ഡ്രൈവർ ബാബു. ഓ കാണിച്ചേ ഡ്രിഫ്റ്റ്. ഓ സൂപ്പർ അളിയാ, സൂപ്പർ. അയ്യോ അതൊക്കെ അവൻ ഇൻട്രസ്റ്റിംഗ്. കളി കഴിഞ്ഞ് മെസ്സി ലാസ്റ്റ് ഒരു ഗോൾ അടിച്ച്. എന്താ പറയാനുള്ള അർജന്റീന ഫാൻസ്? ഗൈസ് ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം ആയിരുന്നു ജസ്റ്റ് ഒന്ന്. ഇന്നലെ പിന്നെ രാത്രി ഇന്നലെ മാച്ചൊക്കെ കഴിഞ്ഞ് അലമ്പി എല്ലാവരും കിടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമയമായി. ഞാൻ പിന്നെ രാത്രി ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു വന്ന്. സോ എണീറ്റേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം നമ്മുടെ വ്ളോഗ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. അടുത്ത വ്ളോഗായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ വ്ളോഗ്സൊക്കെ ആയിരിക്കും ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ബൈ.
ടാറ്റാ. കമന്റ് വായിക്കുന്ന കമന്റ് നോക്കിയത് കമന്റ് നോക്കിയത് കമന്റ് നോക്കിയത് തെറി വിളിക്കുന്ന